ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കാമല്ലോ? പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലെ ഒരു വേദഭാഗം വായിക്കുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9, 10, 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടച്ചില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഫിലിപ്പിയ വിശ്വാസികളുമായിട്ട് ഒരു അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. കാരണം അവരെ അധികമായി സ്നേഹിച്ചു മാത്രമല്ല, പൗലോസിൻ്റെ ആപത്ത് വേളയിലെ പ്രയാസത്തിൻ്റെ സമയത്ത് ഫിലിപ്പിയ വിശ്വാസികൾ ഒന്നിനംഗം വളരെ ശക്തിയോടുകൂടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല തനിക്ക് ആവശ്യമായതൊക്കെയും തക്ക സമയത്ത് തന്നെ തനിക്ക് അവർ മുഖാന്തരം തനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമാണ് അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ത്രീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. ഒരു ഇടയനും ആടും എന്നുള്ള ബന്ധത്തേക്കാൾ ഉപരിയായി ഫിലിപ്പിയ വിശ്വാസിലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അഭേദ്യമായിരിക്കുന്ന ബന്ധം അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ വിശ്വാസികളുമായിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായിരിക്കുന്നത് ഫിലിപ്പിയ വിശ്വാസികളും അപ്പോസ്തലനായ പൗലോസിനെ ഇവിടെ പറയുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. അങ്ങനെ ആ ഫിലിപ്പിയ വിശ്വാസികളോട് ഒരു അകമഴിഞ്ഞ ഒരു സ്നേഹം, കാരണം അന്യോന്യം അവർക്ക് ആ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ 9, 10, 11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. വലിയ പ്രാർത്ഥനയൊന്നുമല്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ വിശ്വാസികൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു, എന്നാൽ ആ സ്നേഹം പോരാ, അതിലും കൂടുതലുണ്ട്. എത്ര സ്നേഹം കിട്ടിയാലും, നമുക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര പണം കിട്ടിയാലും അത് അധികമല്ല, വീണ്ടും വീണ്ടും വേണമെന്നുള്ള ഒരു ആഗ്രഹം പോലെ ഇവിടെ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളുടെ ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെങ്കിൽ ഈ സ്നേഹം ഇത് പോരാ, ഒത്തിരി സ്നേഹം, ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളുടെ ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഫിലിപ്പിയ വിശ്വാസികളെക്കുറിച്ചുള്ളതായിരിക്കുന്ന A to Z എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്, അവരുടെ സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഈ വിവരങ്ങളെല്ലാം അറിയാം. അതുമാത്രമല്ല പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളെ നല്ലവണ്ണം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് വച്ചതായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ ചിന്തയ്ക്ക് അർഹമായിട്ടിരിക്കുന്ന ഒരു വാക്കുകളാണ്. കാരണം ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ എഫെസ്യർക്ക് ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോക്കുക എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, എപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യത്തിൽ 19, 20 ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിപ്പിക്കും. നോക്കുക, ചങ്ങല ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവദാസൻ വിശ്വാസികളോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ എൻ്റെ ചങ്ങല അഴിയുവാൻ വേണ്ടിയല്ല, പിന്നെയോ എനിക്ക് വളരെ ശക്തിയോടുകൂടി പ്രാഗൽഭ്യത്തോടുകൂടി എനിക്ക് സുവിശേഷം അറിയിക്കണം. ആ ഒരു കൃപയ്ക്കായിട്ട് ആ ഒരു ശക്തി എനിക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളുടെ ബന്ധത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. പ്രിയരെ, നാം ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ
നാം നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ആവശ്യമാണ്, അത് അത്യാവശ്യമായിരിക്കുന്ന സ്ഥിതിയാണ്. നാം ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അന്യോന്യമുള്ളതായിരിക്കുന്ന പ്രാർത്ഥന. അപ്പോസ്തലന്മാരുടെ ആദ്യകാല നാളുകൾ നമുക്കറിയാം അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നെന്നുള്ളത്. പൊതു സ്വത്തുകളെല്ലാം പൊതു സ്വത്തായിട്ട് എണ്ണിക്കൊണ്ട് ഒന്നിച്ചിരുന്ന് വളരെ അത്ഭുതമായ രീതിക്ക് അവർ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് എന്താണ് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഫിലിപ്പി വിശ്വാസികളുടെ ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. വളരെ അത്യാവശ്യമായിരിക്കുന്ന ഈ സമയത്ത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഭേദാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും എന്നുള്ളത് വിവേചിക്കുവാൻ തക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ശക്തി, ഒരു വിവേകം കർത്താവേ എനിക്ക് തരണമേ. അഥവാ ഫിലിപ്പി വിശ്വാസികളുടെ ബന്ധത്തിൽ അവർക്ക് കൊടുക്കണേ. അത് മഞ്ഞാടി സഭയുള്ള ബന്ധത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ടുള്ളത് കർത്താവേ തെറ്റിനെയും ശരിയെയും തിരിച്ചറിയുവാൻ തക്കൊണ്ടുള്ള ഒരു വിവേകം ദൈവമേ എനിക്ക് തരുമാറാകണമേ. കാരണം ഈ ലോകത്തിൽ നമുക്കറിയാം തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ശരിയെന്ന് തെറ്റായിട്ടുള്ളതിനെ ശരിയെന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ തക്കണം വളരെയധികം ബന്ധപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റും ശരിയും എന്നുള്ള ആ ഒരു വിവേകം നമ്മുടെ കർത്താവല്ലാതെ ആർക്കും തരുവാൻ സാധിക്കുകയില്ല. അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫിലിപ്പിയ വിശ്വാസികളുടെ ബന്ധത്തിൽ ഒരു കാര്യം, സ്നേഹം പോരാ, ഇനിയും വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ പൗലോസിൻ്റെ ആഗ്രഹം ഫിലിപ്പിയ വിശ്വാസികളുടെ ബന്ധത്തിൽ. രണ്ടാമതായിട്ട് തെറ്റും ശരിയും പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെ, തെറ്റും ശരിയും മനസ്സിലാക്കുവാൻ തക്കനുള്ള ഒരു വിവേകം കർത്താവെ തരണം. മൂന്നാമതായിട്ട് അതിൻ്റെ ഭാഗത്ത് പറയുന്നത് യേശുക്രിസ്തുവിന് നീതിഫലം നിറഞ്ഞവരായിത്തീരണം. ഫലം നിറഞ്ഞവരായിത്തീരണം. നമുക്കറിയാം അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ കാണുന്നുണ്ടല്ലോ, ഇലയുള്ള ഒരു വൃക്ഷം. എന്നാൽ ഇലയുണ്ട്, പക്ഷേ ഫലമില്ല.